കോഴിക്കോട് മുക്കം ഇരവഞ്ഞിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് വി.പി. മൊയ്തീൻ മറിഞ്ഞിട്ട് 43 വർഷം. കാഞ്ചനമാലയുടെ പ്രിയപ്പെട്ട മൊയ്തീനെ ഓർക്കാതെ ഒരു മഴക്കാലവും കടന്നുപോകില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ. മഴയെ തോടി നടക്കുക, മഴ കൊള്ളുക, അത്രയും മഴേനെ ഇഷ്ടപ്പെട്ട. ഇപ്പം മഴക്കാലം വളരെ ദുരന്ത വേദനയാണ്. എൻ്റെ ഏറ്റവും ചീനായ മഴ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. മനസ്സിലെ ആ കുളിർമ അങ്ങോട്ട് പോയി പോകുക, ചുട്ട് കത്തുക. ഞാൻ പെരുമഴ പെയ്യുമ്പോൾ അധികം ചുട്ട് കത്തുക, അതാണ് എൻ്റെ വികാരം. പാളികളിൽ തെളിഞ്ഞ കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയത് ഈ കാലവർഷ കുത്തൊഴുക്കിലാണ്. ജൂലൈ 15 തെയ്യത്തുകടവിൽ കടത്തുതോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ സഹയാത്രികരെ രക്ഷിക്കുന്നതിനിടെ സ്വജീവൻ വെടിഞ്ഞ മൊയ്തീൻ ഇന്നും പലരുടെയും ഉള്ളിൽ വിങ്ങലാണ്. തിരിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് എന്തോ തപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് ദോഷമുണ്ടല്ലോ, ബീച്ചിൽ പോയ സാധനം വെറുക്കണം. ഇപ്പം മണ്ണിൽ നമ്മൾ പുഴയിലങ്ങനെ കാണൂലല്ലോ, പുഴയിൽ എന്താ പൊള്ളെന്ന് വെറുതെ ആലോചിച്ച് ഞങ്ങൾ നാളെ പോകും. അപ്പോൾ ഞാൻ കത്തിലെഴുതി എന്തായിരുന്നു പുഴമാട്ടിൽ നിന്ന് മടങ്ങിയായിരുന്നു. അപ്പോൾ പറഞ്ഞ് എൻ്റെ പാദം പറഞ്ഞ മണ്ണ്, ആ മണലില്ലേ പാദം പറഞ്ഞ് അത് മൂപ്പര് നോട്ട് ചെയ്ത് വെച്ചു. എൻ്റെ കാല് എവിടെയാണ് അത് പറഞ്ഞത്, എന്നിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പത്രപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്നു ബെല്ലിമ്പ്ര മൊയ്തീൻ. നാടിന്റെയും സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും കരുത്തുറ്റ വ്യക്തിത്വമായിരുന്നു മൊയ്തീൻ. പിതാവിനെ വെല്ലുവിളിച്ച് സ്പോർട്സ് മാസിക അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊണ്ട് പ്രകാശനം ചെയ്ത മൊയ്തീൻ മുക്കത്തുകാരെ ഞെട്ടിച്ചു. പ്രകൃതിക്ക് പോലും അസൂയ തോന്നും വിധമായിരുന്നു ഇരുവരുടെയും പ്രണയം. വിധിക്ക് മുൻപിൽ മൊയ്തീൻ പകച്ചെങ്കിലും മൊയ്തീന്റെ മാതാവിലൂടെ കാഞ്ചനമാല ജീവിതത്തിലേക്ക് തിരികെ എത്തി. ഉമ്മ എന്നെ വിളിക്കുമ്പോൾ ആണുങ്ങളാണ് ആരെങ്കിലാണ് എടുത്തതിന് ശേഷം അപ്പം അവിടെ വെക്കും. ഞാനാണ് നിന്ന് അമ്മ സംസാരിക്കും. അങ്ങനെ ഉമ്മ എന്നെ ശക്തമാക്കാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ചേച്ചി ഇവിടെ ഉണ്ടായത് ഉമ്മേൻ്റെ ഒരൊറ്റ കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഇവിടെ വരാൻ കഴിയുന്നതിന് ഉത്തരവാദി ഉമ്മ മാത്രമാണ്. വർഷം പിന്നിടുമ്പോഴും മൊയ്തീൻ ജീവിതത്തോട് ചേർത്ത് വെച്ചവയെല്ലാം മുക്കത്തെ മണ്ണിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.